സ്വാഗതം. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ ഇന്നലെ അവസാനിച്ചത് ചാലക്കുടിയിലാണ്. കഴിഞ്ഞ ദിവസത്തെ ചർച്ച അവസാനിച്ചിരുന്നില്ല. ചൂടേറിയ രാഷ്ട്രീയ ചർച്ചയിലാണ് ചാലക്കുടി. നമുക്കറിയാം, ചാലക്കുടിയുടെ തെരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങൾ ഒരിക്കൽ കൂടി ശക്തമായ വിമർശനമാണ് ഉയരുന്നത്. ഇടതുപക്ഷത്തിനെതിരെ, ഇടത് MP-ക്കെതിരെ ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ. അല്ലെങ്കിൽ ഇത് വെറും പൊള്ളയായ അവകാശവാദമാണ് എന്നുള്ളതിനെ പറ്റി BJP-യുടെ വക്താക്കൾ ഇപ്പൊ പറഞ്ഞില്ലേ, ഞങ്ങള് നയാ പൈസ അഴിമതിയില്ലാത്ത ആൾക്കാരാണെന്ന്. റാഫേലിന്റെ കാര്യം ഇപ്പൊ ഒരു ഇത് എല്ലാവർക്കും അറിയാം. അവസാന രേഖകൾ കളവ് പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ കളവില്ലേ, ഞാന് ഇവര് അഴിമതി നടത്തില്ലാന്ന് പറഞ്ഞേ. ഒരു വിമാനത്തിന് 3000 കോടി രൂപ വെച്ചിട്ട് അങ്ങോട്ട് ഇന്നിട്ട് കുണിച്ചു നോക്കാൻ എത്ര കോടി കാശാണ് കിട്ടിയ കഴിഞ്ഞിട്ടില്ല ഇവിടെ. അപ്പൊ ഇത് കൊണ്ടിങ്ങ് ചോദിച്ചോ, ഇവര് പറഞ്ഞല്ലോ ഞങ്ങൾ അധികാരത്തിലെത്തി 50 രൂപയ്ക്ക് പെട്രോള് ഡീസല് പറഞ്ഞവരല്ലേ. ഇവര് പറഞ്ഞല്ലോ ടോള് നിർത്താന്ന് പറഞ്ഞവരല്ലേ. ഇപ്പൊ ആകാശത്തുള്ള ടോള് ഇവര് ഒരു മിനിറ്റ്, ഒരു അമ്മൂമ്മ വന്നിട്ടുണ്ട്. എന്താ ചോദിച്ചത്? അമ്മൂമ്മക്ക് എന്താ പറയാനുള്ളത്? അമ്മൂമ്മക്ക് എന്താ പറയാനുള്ളത്? ഇതുകൊണ്ട് ജീവിക്കാൻ ലോട്ടറി വിറ്റ് അപ്പൊ ലോട്ടറി വാങ്ങണം. കണ്ണറിയാം. പേരെന്താ അമ്മയുടെ? പേര് ഭവാനി. ഭവാനി അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഇലക്ഷനാണ്, എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ലോട്ടറി വിൽക്കാൻ ലോട്ടറി വെച്ച് ഞങ്ങൾ എത്ര ആളോ വോട്ട് ചെയ്യാൻ 5-6 ആൾ വോട്ട് ചെയ്യണം. ഒരു ഉപകാരം ഞാൻ കിട്ടില്ല. ഇല്ല, ലോട്ടറി വിൽപ്പനക്കാരെ തീർത്ത് അവഗണിച്ചിരിക്കുകയാണ് എല്ലാ കക്ഷികളും. എല്ലാരും കേൾക്കണം. ഉറക്കെ ഉച്ചത്തിൽ മുഴങ്ങേണ്ട ശബ്ദമാണ് ശ്രീമതി ഭവാനിയുടേത്. ഇത് പറയൂ. നമ്മുടെ നാട്ടിൽ കുറെ യോജനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായി BJP. ആകെ നാട്ടിൽ നടന്നത് നാട് വിടൽ യോജനയാണ്. എത്ര ഇന്ത്യയിലെ കോർപ്പറേറ്റുകളാണ് ഈ 5 വർഷത്തിനിടയിൽ ഈ രാജ്യത്തിലെ കുത്തകകള്, ഈ രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് പണം എടുത്തുകൊണ്ട് നീരവ് മോഡി, അതുപോലെ തന്നെ വിജയ് മല്യ, അതുപോലെ തന്നെ ലളിത് മോഡി, എത്രയോ ആളുകൾ നാട് വിടൽ യോജന എന്ന പ്രോഗ്രാം മാത്രമാണ്, പദ്ധതികൾ മാത്രമാണ് ഈ രാജ്യത്തിൽ പോയത്. പേര് വിൻസെന്റ്. ലോക ബാങ്കിൽ നിന്ന് ഒരൊറ്റ പൈസ കടമെടുത്തില്ലാന്ന് അവര് പറയുന്നുണ്ട്. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ റിസർവ് ഫണ്ട് ചോദിച്ചു വാങ്ങിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ അത് കൊടുക്കാത്തതിന്റെ പേരിൽ 2 റിസർവ് ബാങ്ക് ഗവർണർമാര് രാജിവെച്ചു പോയി. അപ്പോ ലോക ബാങ്കിൽ നിന്ന് കടമെടുക്കല്ല, ഇന്ത്യയിലെ വിത്തെടുത്തു കുത്തി കഞ്ഞി കുടിച്ച് സ്വന്തം കീശ വീർപ്പിക്കുന്ന ആൾക്കാർ മാത്രമാണ്. പിന്നെ ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു ഇത്തവണ ചാലക്കുടിയിൽ താമര വിരിയുന്നു. ഇനി നോക്കി നിൽക്കുന്ന വേണ്ട, ഇവിടെ കുളത്തിലും പറമ്പിലും പാടത്തും ഒക്കെ താമര വിരിയുന്നുണ്ട്. പക്ഷെ BJP-യുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ ഇവിടെ താമര. രണ്ട് കാര്യം താമര വിരിയാൻ സമ്മതിക്കില്ല. ഇവർ 2 കൂട്ടർ ഒന്നാണ്. അതുകൊണ്ട് താമര വിരിയാൻ സമ്മതിക്കില്ല. കാര്യം വരുമ്പോ കോൺഗ്രസ് BJP-യുടെ ഭരണം കുത്തകകൾക്കും കോർപ്പറേറ്റുകളെന്ന് പറഞ്ഞു. നന്ദിഗ്രാം, പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാം ആർക്ക് വേണ്ടിയായിരുന്നു? ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ചായക്ക് 10 രൂപയാണ് അല്ലെ? ആരാ ഉത്തരവാദി? 1 രൂപയ്ക്ക് ഇൻഷുറൻസ് കൊടുക്കുന്ന ഗവൺമെന്റ് 1 രൂപയ്ക്ക് കേരളത്തിൽ ഇൻഷുറൻസ് കിട്ടും. ഇവിടെ സൗഭാഗ്യ പദ്ധതി, ഇവിടെ പാവപ്പെട്ടവർക്ക് വൈദ്യുതി കണക്ഷൻ ആരാ കൊണ്ടുവന്ന? കേന്ദ്ര ഗവൺമെന്റ്. ഉജ്ജൽ യോജന പദ്ധതി, പാവപ്പെട്ടവർക്ക് ഗ്യാസ് കണക്ഷൻ മോദി ഗവൺമെന്റ്. ഇനി ആയുഷ്മാൻ ഭാരത് 10 കൊണ്ടുവന്നാരാ? 5 ലക്ഷം രൂപ സൗജന്യ വഴി ചികിത്സ. ഇനി ഇവര് പറഞ്ഞല്ലോ പ്രളയം നടന്നു. സർക്കാർ സ്പോൺസർ ചെയ്ത പ്രളയം, ആ പ്രളയത്തിൽ പ്രഖ്യാപിച്ച ദുരിതാശ്വാസ ധനസഹായം അത് കൊടുക്കാനായിട്ട് 6 മാസം കഴിച്ചിട്ട് കേരള ഗവൺമെന്റ് തയ്യാറായില്ല. നരേന്ദ്രമോദി ഗവൺമെന്റ് ഫെബ്രുവരി മാസം 1-ാം തീയതി പുതിയ ബഡ്ജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചു. എന്താ പദ്ധതി? പ്രധാനമന്ത്രി കൃഷി സമ്മാൻ നിധി 1-ാം തീയതി പ്രഖ്യാപിച്ചു. 25-ാം തീയതി പദ്ധതി നടപ്പിലായി. 1-ാം തീയതിക്ക് രാജ്യത്ത് 1 കോടി ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ 2000 രൂപ എത്തി. കേരളത്തിലെ 3 ലക്ഷം ആളുകൾക്ക് എത്തി. പ്രളയത്തിന്റെ പൈസ പോലും കൊടുക്കാൻ പറ്റാത്ത ആളുകള്. ഇത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ കാണിച്ചൊരു സ്റ്റണ്ട് ആണെന്നാണ് വിമർശനം. അത് അവർക്ക് പറയാലോ. നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ പ്രാവർത്തികമാക്കിയാണ് മുന്നോട്ട് പോകണേ. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ MP ആയിരുന്ന ബഹുമാനപ്പെട്ട ഇന്നസെന്റ് കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ഭരിച്ചപ്പോ പ്രധാനമന്ത്രിയുടെ ചികിത്സാ സഹായം ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന പദ്ധതി ഉണ്ട്. എത്ര പേർക്ക് ഇത് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്? അറിയാൻ വേണ്ടി ചോദിക്കാം. ഇതിന് മറുപടി പറയാൻ തയ്യാറാവണം. അതുപോലെ പെട്ടെന്ന് സമയം തീരാണ്ട് 2 മിനിറ്റ്. ഞാൻ മേലൂർ പഞ്ചായത്തിലുള്ള ഒരാളാണ്. അവിടെ ഒരു ശാന്തി ഇതേമാതിരി ക്യാൻസറായിട്ട് RCCയിൽ ചികിത്സയിലാണ്. മേലൂർ പഞ്ചായത്തിൽ ഇന്നസെന്റിന്റെ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചികിത്സാ പദ്ധതിയിൽ പ്രധാനമന്ത്രിയുടെ ചികിത്സാ സഹായത്തിലേക്ക് അപേക്ഷ കൊടുത്തു.
ഈ ഇന്നസെന്റിന്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ MS ബിജു എന്ന CPM-ന്റെ മെമ്പർ അപേക്ഷ കൊടുത്തു. 4 മാസമായി. ഇന്നലെ അവൻ എന്നെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു, ഈ കാശൊന്നും എനിക്ക് എത്തിക്ക്. ഈ ഇന്നസെന്റ് എന്ന് പറഞ്ഞ ആൾക്ക് എന്താ പണി? ഒരു പാവപ്പെട്ടവന് ഒരു ചികിത്സ കൊടുക്കാതെ. ഇന്നസെന്റ് എംപിക്ക് എന്താ പണി? 2 കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഒന്ന്, ഒരു ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. ഇവർ സ്പോൺസർ ചെയ്യുന്ന ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. 12 ലക്ഷം പേരെയാണ് കേരളത്തിൽ തെരഞ്ഞെടുക്കുന്നത്. കേരളത്തിൽ നിലവിൽ 37 ലക്ഷം പേർക്ക് ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സർക്കാരുമായി കഴിഞ്ഞ ജനുവരി 24-ാം തീയതി ഒപ്പിട്ടിട്ടുണ്ട്. അതായത് ഏപ്രിൽ 1 മുതൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സംയുക്ത പദ്ധതി ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കുമെന്ന് കൃത്യമായി രേഖാധികാരം ഉണ്ട് എന്നതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ പ്രളയത്തെ സംബന്ധിച്ച് പറഞ്ഞു. സമാനതകളില്ലാത്ത പ്രളയമാണ്. 600 കോടി രൂപയാണ് നക്കാപ്പിച്ച. 31,000 കോടി രൂപ നഷ്ടമുണ്ടായ എല്ലാവർക്കും അവസരം തരും. കോടി രൂപയാണ് നൽകിയത്. ഒരു UAE എന്ന് പറയുന്ന രാജ്യം 700 കോടി പ്രഖ്യാപിച്ചപ്പോൾ എന്തുകൊണ്ട് അതിന് തടയിട്ടു? കേരളത്തിലെ 20 മന്ത്രിമാർ വിവിധ രാജ്യങ്ങളിൽ പോയി ഈ കേരളത്തിന്റെ സഹായത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ അത് തടയിട്ടു. ചോദ്യം ഇതാണ്, ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇപ്പോഴും ആ ക്ലിപ്പിംഗ് ഉണ്ട്. ഗുജറാത്ത് മോഡി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വിദേശത്തുനിന്ന് സഹായം സ്വീകരിച്ചില്ലേ? രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. പ്രളയം ചർച്ചാ വിഷയമാകും എന്ന് ഉറപ്പായി. സർക്കാർ സ്പോൺസർ പ്രളയമാണ്, സഹായം എത്തിച്ചില്ല എന്ന് BJPയും കോൺഗ്രസും വിമർശിക്കുന്നു. ഞാൻ വരാം. അതേസമയം കൃത്യമായ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത പ്രളയത്തിൽ കൃത്യമായ നടപടികൾ എടുത്തുവെന്നും കേന്ദ്ര സർക്കാരാണ് വഞ്ചിച്ചതെന്നും ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്ത് കേന്ദ്രത്തിൽ പോയാൽ എന്തായാലും CPM-നും ഇടതുപക്ഷത്തിനും സർക്കാർ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതിനുള്ള ആളെണ്ണമില്ല. അപ്പൊ ഞാൻ പറയാം, ഇന്ത്യയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ കൃത്യമായി വിലയിരുത്തിയാൽ 16 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കാണാത്ത വ്യത്യസ്തത 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ട്. കാരണം ഇവിടെ മുഖ്യ കക്ഷി എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനം 7-ൽ താഴെ മാത്രമാണ്. 29 സംസ്ഥാനങ്ങളിൽ 7-ൽ താഴെ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധത്തിൽ പ്രാദേശിക കക്ഷികൾ ഏറ്റവും ശക്തി പ്രാപിക്കുന്ന ഒന്നാണ്. ഉദാഹരണമുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള 81 സീറ്റുള്ള ഉത്തർപ്രദേശ്. ആ കഴിഞ്ഞ തവണ 77 സീറ്റ് BJPക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ എല്ലാ സർവേകളും പറയുന്നത് BSP SP-ക്ക് അവിടെ 50-ലധികം സീറ്റ് കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ 281 സീറ്റുകൾ കിട്ടിയ BJPക്ക് അവിടെ 20-ൽ താഴെ വരുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസ് CPM ഇടതുപക്ഷത്തിനും നിർണായക സ്വാധീനമുള്ള പ്രാദേശിക കക്ഷികൾ 20-ലധികം സീറ്റുകൾ നേടുന്ന എല്ലാ കക്ഷികളും കൂടി ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രാദേശിക കക്ഷി. ചുരുക്കി പറഞ്ഞ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ നിങ്ങൾ സമ്മതിക്കൂല? അല്ല, ആരാ സർക്കാർ ഉണ്ടാക്കുക? എങ്ങനെ ദിവാസ്വപ്നം മാത്രമാണ് നടക്കില്ല, ഒരിക്കലും നടക്കില്ല ഇന്ത്യയിൽ. അതുപോലെ ഇന്നസെന്റ് MP-യുടെ കാര്യം ഇവിടെ പറഞ്ഞു. ഇന്നസെന്റ് MP ഒരു ട്രെയിൻ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറയട്ടെ. ട്രെയിൻ പോലും നിർത്താത്ത MP. ശബരി റെയിൽപാത തുടങ്ങിയോട് തന്നെ നിൽക്കാണ്. അതിനൊരു ചെറുവിലർ പോലും എനിക്കില്ല. ഇന്ത്യയിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ LDF ഇടതുപക്ഷ പാർട്ടികൾ എത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്? അവരിൽ എത്ര പേര് ജയിക്കും? അവരാണോ ഈ BJP സർക്കാരിനെ വലിച്ചു താഴെയിടാൻ ശ്രമിക്കുന്നത്? അവർക്ക് അതിനുള്ള കപ്പാസിറ്റി വിമാന ഇടപാടിൽ 30,000 കോടി രൂപ അനിൽ അംബാനിക്ക് കിട്ടിയിട്ടില്ല. ഇത് ഇന്ന് വരെ ഒരു അനിൽ അംബാനിയും പറഞ്ഞിട്ടില്ല, കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞിട്ടില്ല. പ്രളയത്തെ കുറിച്ച് സൂചിപ്പിച്ചു. 700 കോടി രൂപ വിദേശത്ത് നിന്ന് വാങ്ങാൻ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചില്ലാന്ന്. ആരാ ഉത്തരവാദി? CPM-ഉം കോൺഗ്രസ്. ഞാൻ പറയട്ടെ, നിങ്ങൾ വെറുതെ കാടടിച്ച് വെടിവെക്കില്ലേ? ഈ രാജ്യത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധനസഹായം സ്വീകരിക്കാനുള്ള നിയമമുണ്ടായിരുന്നു. ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായി. ആ സമയത്ത് അവിടെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് വിദേശ രാഷ്ട്രങ്ങൾ സഹായം കൊടുത്തു. ആ സമയത്ത് നരേന്ദ്രമോദി ഈ വിദേശ സഹായം പറ്റിയാൽ ഏറ്റവും വലിയ വികസനം നടക്കുമെന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് അവിടെ നിയമം കൊണ്ടുവന്നു. വിദേശ സഹായം വാങ്ങാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നാരാ? കോൺഗ്രസ് CPM. ഈ രണ്ടുപേരും കളിക്കുന്ന അവസരവാദ നിലപാടുണ്ടല്ലോ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, പ്രളയം വന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി വന്നു, ആഭ്യന്തര സഹമന്ത്രി വന്നു, പ്രധാനമന്ത്രി വന്നു, ധനസഹായം പ്രഖ്യാപിച്ചില്ലേ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങള് 5 കോടി 10 കോടി 15 കോടി 20 കോടി വെച്ചുകൊണ്ട് ഈ കേരളത്തിലേക്ക് ധനസഹായം കൊടുക്കാൻ തയ്യാറായി. രാഷ്ട്രീയ വിവേചനം കാണിച്ചില്ലല്ലോ.
എന്നിട്ട് കേരളത്തിൽ പ്രളയത്തിലകപ്പെട്ട ജനങ്ങള്, ആ ജനങ്ങൾക്ക് ദുരിതാശ്വാസം കൊടുക്കാനായിട്ട് ഇന്നും ക്യാമ്പിൽ കഴിയുന്ന ആളുകളുണ്ട്. വീട് പണി പൂർത്തീകരിക്കാതെ അതിരപ്പള്ളിയിൽ ഇന്നും ക്യാമ്പിൽ കഴിയുന്ന ആളുകളുണ്ട്. ഞാൻ പറയാം. അതെ, ഈ നിങ്ങളും BJPയും ഒന്നാണെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഈ വെളുത്ത മുണ്ടൊക്കെ മാറ്റിയാൽ കാക്കി ഉണ്ടാവും എന്നാ പറയണത്. മുണ്ടിൽ ഇപ്പൊ കളർ മാറിയത് ഇവർ അറിഞ്ഞിട്ടില്ല. അതുപോട്ടെ. അല്ല, ഇപ്പൊ എങ്ങനെയാ നിങ്ങൾ ഓരോ ദിവസം രാവിലെ ഓരോ നേതാവും അങ്ങ് BJP പോവാ? അല്ല, അതിൽ ഏറ്റവും കൂടുതൽ നേതാക്കന്മാർ പോയത് CPM-ന്റെ നേതാക്കന്മാരാ. ഇവിടെ മത്സരിച്ച വിശ്വനാഥ മേനോൻ, അദ്ദേഹം അവിടെ പോയി മത്സരിച്ചത് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടാ. പശ്ചാത്തപിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ പോകുന്നു. ഇപ്പൊ നമുക്കറിയാം ബംഗാള് അൽഫോൻസ് കണ്ണന്താനം. ആരായിരുന്നു അൽഫോൻസ് കണ്ണന്താനം? ആളെ ഇവിടെ മത്സരിപ്പിച്ച് MLA ആക്കിയ ആളാ. അദ്ദേഹമാണ് സ്റ്റേറ്റ് മൊത്തമാണ് ബംഗാളിൽ പോകുന്നത്. ബംഗാൾ എന്ന് പറഞ്ഞ ഇതില് ചർച്ചയില്ല. ഇവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതിനൊരു അടിസ്ഥാനപരമായി ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാവുകളിൽ കുടികൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. അല്ലാതെ ഒരു കാലഘട്ടം കൊണ്ടുണ്ടായ പ്രസ്ഥാനമല്ല. കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ആ തെറ്റിദ്ധാരണയിൽ കൂടിയാണ് ഇവർ ഇതുവരെ ജനിച്ചിട്ടുള്ളത്. അതെ, ഒരു മിനിറ്റ് പറയും. കോൺഗ്രസിനെ നശിപ്പിക്കാനുള്ള നമ്പർ കാര്യം പറയാൻ വന്നത്. കോൺഗ്രസ് എന്ന് പറയണത് ഇന്ന് പെരുമ്പലാവ് ചന്തയില് അറവ് മാടുകളെ പോലെയാണ്. വിലക്ക് വാങ്ങിക്കാൻ, പർച്ചേസ് എടുക്കാൻ, BJPക്ക് വേണ്ടി പർച്ചേസ് എടുക്കുന്ന റിക്രൂട്ട്മെന്റ് പാർട്ടിയാണ് ഇന്ന് കോൺഗ്രസ്. SM കൃഷ്ണ, NT തിവാരി, റീത്ത ബഹുഗുണ ജോഷി, അങ്ങനെ ശങ്കർ സിംഗ് വഗേല എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇന്ന് കോൺഗ്രസിന് BJPക്ക്. ഈ BJP എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച 2014 കാലഘട്ടത്തിനകത്ത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചില്ല. മാത്രമല്ല, ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളായ ക്രിസ്തു മതവിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും അതീവ ഭീതിയോടെയാണ് ഇവർ കാണുന്നത്. ഇവരാണ് കേരളത്തിലെ 47% പേര് വോട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഭീകരവാദ വാർത്ത തരത്തിലാണ്. എനിക്ക് BJPയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് 2014 തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ചോദിച്ച് കേരളത്തിലും ഇന്ത്യയിലും വോട്ട് ചോദിക്കാൻ ധൈര്യമുണ്ടോ? 2, 1750 കോടിയുടെ വികസന പ്രവർത്തനം ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഇന്നസെന്റിന് ചാലക്കുടിയിൽ വീണ്ടും BJP ഞങ്ങൾ കഴിയുമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും അവസരം തരുന്നുണ്ട്. ഓരോരുത്തരായിട്ട് പറയാനുള്ള അവസരം. അതായത് കോൺഗ്രസ്സുകാരെ കേരളത്തിന് ജയിപ്പിച്ചു വിട്ടാൽ ഒന്നുകിൽ റിസോർട്ടിലേക്കോ അല്ലെങ്കിൽ BJPയിലേക്കാണ്. 8.5 മാസമായി കർണാടകയിൽ കോൺഗ്രസിന്റെ MLA-മാർ സ്വന്തം ഭാര്യയെ കണ്ടിട്ട് ഇതിൽ പരം ദയനീയത ഇന്ത്യക്കകത്തുണ്ടോ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പണാധിപത്യമാണോ അതോ ജനാധിപത്യമാണോ ആത്യന്തികമായി വിജയിക്കേണ്ടത് എന്ന പ്രസക്തമായ ചോദ്യമാണ്. 2, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഈ രാജ്യത്തിനകത്ത് നിലനിൽക്കണോ? 5 നമുക്ക് അവസാനിപ്പിക്കാൻ സമയം കഴിയാണ്. 5 തെരഞ്ഞെടുപ്പ് വിഷയം. 1, ഈ രാജ്യത്തിനകത്ത് ഭരണഘടന നിലനിൽക്കണോ വേണ്ടയോ? 2, ഭരണഘടനാ സ്ഥാപനങ്ങൾ നിലനിൽക്കണോ? സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാർ 2018 ജനുവരി മാസത്തിൽ രഞ്ജൻ ഗൊഗോയ് അടക്കം പുറത്തു വന്നിട്ട് പറഞ്ഞു, ഇന്ത്യയിലെ ജനാധിപത്യം, ഇന്ത്യയിലെ ജുഡീഷ്യറി അപകടത്തിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ 2 പേർ, രഘുറാം രാജൻ അതുപോലെ ഊർജിത് പട്ടേൽ, രാജിവെച്ച് പുകച്ചു ചാടി പുകത്തു കൊണ്ടുവന്നു. 4, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ ജീവിക്കേണ്ടതുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യം. ആത്യന്തികമായി ഇന്ത്യ ലോകത്തിന് മുമ്പിൽ നാണം കെടേണ്ടതുണ്ടോ BJPയെ ജയിപ്പിച്ചാൽ? ഈ 5 വിഷയമാണ് ഈ രാജ്യത്തിനകത്ത് ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വിഷയം. കോൺഗ്രസ് അല്ല, 5 ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 5 വിഷയം പെട്ടെന്ന്. ഇന്ത്യയിലെ ഓരോ ഇന്ത്യൻ പൗരന്റെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ വരുന്ന ആദ്യം പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞു കേട്ടെ രണ്ടാമതായിട്ട് പറഞ്ഞു ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് 50 രൂപയാക്കുന്നു പറഞ്ഞു. 71 രൂപയാണ് ഇന്ത്യൻ രൂപയുടെ ഇന്നത്തെ വില. 3, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നു പറഞ്ഞു. ഒരു വർഷം 2 കോടി രൂപ 2 കോടി തൊഴിലവസരം തരുന്നുണ്ട്. ഇന്ന് ഉള്ള തൊഴിലും ഒക്കെ കളഞ്ഞുകൊണ്ട് ചെറുകിട വ്യാപാര മേഖല തകർത്തുകൊണ്ടും അതുപോലെ തന്നെ GST ഏർപ്പെടുത്തുമ്പോൾ അതുപോലെ തന്നെ മറ്റേ നോട്ട് നിരോധനത്തിന്റെ പേരിൽ ഇന്ത്യയിലെ തീവ്രവാദി പ്രവർത്തനം അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട് പുൽവാമയിൽ 40 സൈനികരുടെ
ജീവന ബലി കൊടുത്തത്. പെട്ടെന്ന് 30 സെക്കൻഡ് ഇപ്പൊ പ്രളയം പറഞ്ഞോണ്ട് കുഴപ്പമുണ്ടോ? പ്രളയം പറഞ്ഞു നിങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയം തെരഞ്ഞെടുപ്പ് വിഷയത്തിനകത്ത് ഇവിടെ നിൽക്കുന്ന സുന്ദരേനായാലും ശിവപ്രസാദായാലും ജോണിച്ചേട്ടനായാലും ഇവരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് പിണറായി ഗവൺമെന്റിന്റെ ന്യൂനതയാണ്. ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയനെതിരെയുള്ള തെരഞ്ഞെടുപ്പല്ല, ഇത് ലോക്സഭയിലേക്കുള്ള രാജ്യം ഭരിക്കും. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ശരി ശരി ഓക്കെ ശരി ഒരു മിനിറ്റ് മൈക്ക് എന്റെ അടുത്തായിരിക്കുന്ന. ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാം. ഇത് അനന്തമായി നീളുകയാണ്. ഒറ്റ കാര്യം, നമ്മൾ വന്നത് 5 തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ്. വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു, അത് തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഉയർത്തി കഴിഞ്ഞു. മറുപടി പറയാം, പക്ഷേ എല്ലാവർക്കും പറയാനുള്ള അവസരം. അപ്പൊ ആവശ്യമില്ലാത്ത ശബ്ദം വേണ്ട, പറഞ്ഞാട്ടെ. അല്ല, നേരത്തെ പറഞ്ഞ 15 കോടി രൂപ കാര്യം പറയാം. ഈ 15 ലക്ഷം രൂപ മോദിജി പറഞ്ഞത് ഇതിനു മുമ്പ് ഭരിച്ച ആളുകള് കട്ടുമുടിച്ച കാശുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് 15,000 രൂപ കൊടുക്കാമായിരുന്നു. കട്ടുമുടിച്ച കാശ്, ഒരു മിനിറ്റ്, കട്ടുമുടിച്ച കാശ് ഇവിടെ UPA സർക്കാർ ആയിരക്കണക്കിന് രൂപ കട്ടുമുടിച്ചു. ഈ കട്ടുമുടിച്ച കാശുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും അത്രയും പൈസ പറയാൻ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ കടകൾ എഴുതി തള്ളിയത്, അവരുടെ ലോണുകൾ എഴുതി തള്ളിയത് BJP സർക്കാർ 3 ലക്ഷം കോടി രൂപ. അതേ സമയത്ത് ഇവിടുത്തെ പാവപ്പെട്ട കർഷകൻ ആത്മഹത്യ ചെയ്തു. അതിനെക്കുറിച്ച് ആരുപോലും കാണുന്നില്ല. ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ കാശുകൾ എഴുതി തള്ളുന്ന ഒരു പ്രസ്ഥാനമായി മാറി. അത് 2 കാര്യങ്ങളാണ് ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന്, ദേശീയ തലത്തിലുള്ള അഴിമതിയും ഇവിടുത്തെ കൊലപാതക രാഷ്ട്രീയവും. CPM-ന്റെ ഏറ്റവും വലിയ അഴിമതി റഫേൽ അഴിമതി നടന്ന ഒരു കാലഘട്ടം. ആ റഫേൽ അഴിമതിയെ സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം, നീരവ് മോദിയെ പോലെയുള്ള ആളുകളുടെ അവർ കാണിച്ച അഴിമതികൾ, ആ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു മുന്നണിയായി മാറി. അതെ, വർഗീയത ഇവിടെ ചൂണ്ടിക്കാട്ടി. ക്രിസ്ത്യാനിക്ക് എതിരാണ് മുസ്ലിമിനാണ്. ഇവിടെ ഗോവയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആരാ? ക്രിസ്ത്യാനികളല്ലേ. അവിടെ ഭരിക്കുന്നത് ആരാ? BJP അല്ലേ. മിസോറാമില്, മേഘാലയയില്, നാഗാലാൻഡില് ഇവിടെയൊക്കെ ഭൂരിപക്ഷം ആരാ? ന്യൂനപക്ഷങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഹിന്ദുവാണ്. അവിടെയൊക്കെ ഭരിക്കുന്നത് ആരാ? BJP അല്ലെങ്കിൽ കൂട്ടുകക്ഷികളെ ഭരിക്കണേ. എന്തുകൊണ്ട്? അതുപോലെ ഷുഗൈബിനെ കൊന്നാരാ? 45 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചു, 5 വർഷക്കാലം മോദി ഭരിച്ചു. ഒരു ഗുണം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പുതിയ ആൾക്കാർ വരണം, പുതിയൊരു ശബ്ദം, പുതിയ ആൾക്കാർ വരണം. സമയം കഴിയാണ്. അക്രമ രാഷ്ട്രീയം, ഇവിടത്തെ ഭരണം, കേന്ദ്ര ഭരണം. ഞാൻ വരാം. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രാജ്യത്തെ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റാണ്. ഈ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്ക് നയിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവാണ്. ഈ 2014 തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ പറഞ്ഞത് പെട്രോളിന്റെ വില ഞങ്ങൾ 50 രൂപയിൽ താഴേക്ക് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. ആ 50 രൂപ 72 രൂപയിൽ നിന്ന് പെട്രോളിന്റെ വില BJP അധികാരത്തിൽ വന്നതിന് ശേഷം 86 രൂപ വരെയായിട്ട് ഉയർത്തി. പെട്രോളിന്റെയും ഡീസലിന്റെ വില നിയന്ത്രിക്കാനുള്ള അധികാരം കൂടി കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുത്തൊരു ഗവൺമെന്റാണ് രാജ്യത്തെ NDA ഗവൺമെന്റ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു നരേന്ദ്രമോദി ലോകത്തിന്റെ നേതാവ്, ലോകത്തിന്റെ രാജാവ്. സ്വന്തം രാജ്യത്തിന്റെ ആഭ്യന്തര രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ആളാണ് നരേന്ദ്രമോദി. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് ഇവിടെ കൊലപാതക രാഷ്ട്രീയം. ഇന്നലെ SDPയും മുസ്ലിം ലീഗും തമ്മിലുള്ള രഹസ്യ ചർച്ച, അഭിമന്യുവിനെ കൊന്നതിന് UDF ഇതെല്ലാം പറഞ്ഞിട്ട് എന്തിനാ ചർച്ച ചെയ്യാൻ പോയത്? SDPI, പോപ്പുലർ ഫ്രണ്ട്, കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരിക്കൽ പോലും കൊലപാതക രാഷ്ട്രീയത്തിന് കൂട്ടുനിൽക്കുന്ന പാർട്ടിയല്ല, അത് നിൽക്കാറില്ല. നിങ്ങൾ വർഗീയതയെക്കുറിച്ച് പറഞ്ഞിട്ട് ക്യാമറയിൽ വന്ന ദൃശ്യങ്ങളാണ് സാക്ഷാൽ ET മുഹമ്മദ് ബഷീർ സാഹിബ്, PK കുഞ്ഞാലിക്കുട്ടി സാഹിബും SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളുമായി 1 മണിക്കൂർ ചർച്ച നടത്തുന്നു. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്ത് ചെയ്യും? വോട്ട് ചോദിക്കുക എന്നത് ആരുടെയും വോട്ട് വാങ്ങാം. അത് സമ്മതിച്ചു, കോൺഗ്രസ് അത് സമ്മതിച്ചു. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആരുടെയും വോട്ട് വാങ്ങാമെന്ന് കോൺഗ്രസ് സമ്മതിച്ചു. അപ്പൊ പൊന്നാനി
പൊന്നാനിയിൽ തോൽവി ഭയക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കൽ പോലും ഇല്ല. പൊന്നാനിയിൽ ഞങ്ങൾ തോൽവി ഭയക്കുന്നില്ല. അവിടെ മൃഗീയമായ ഭൂരിപക്ഷം കിട്ടും പൊന്നാനിയിൽ. ദേശവിരുദ്ധ ശക്തികളെയും നിരീശ്വരവാദികളെയും ഈ തെരഞ്ഞെടുപ്പിൽ ജനം പുറന്തള്ളും. അതിന്റെ ആദ്യ പാഠമാണ് ടോം വടക്കൻ രാജി. നോക്കൂ, ഇപ്പോൾ 2 ഇടതുപക്ഷ എംപിമാർ NDA നേതാക്കളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അല്ല, ഇനി ഒറ്റ ചോദ്യം എല്ലായിടത്തും ഒറ്റ ചോദ്യം. ചാലക്കുടിയിലെ ജനങ്ങൾ എന്തിന് BJPക്ക് NDAക്ക് വോട്ട് ചെയ്യണം? ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങള്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, ഇത്തരത്തിലുള്ള സാധാരണക്കാർക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികള്, ആ പദ്ധതികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്, ആ റിപ്പോർട്ടുമായിട്ടാണ് BJPയുടെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് NDA ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത്. ജനങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2019 കൂടിയിട്ട് ഈ രാജ്യത്ത് വലിയൊരു മാറ്റം വരാൻ പോകുന്നു. BJP നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് എനിക്ക് പറയണ്ടേ, ഈ രാജ്യത്ത് BJP വൻ ഭൂരിപക്ഷം അധികാരത്തിൽ വരും. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം CPI-യും അടക്കമുള്ള കക്ഷികളെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ പോകുന്ന വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് BJP. ഒറ്റ കാര്യം നമ്മൾ ആരോപണം പ്രത്യാരോപണം എല്ലാം പറഞ്ഞു. ഒറ്റ ചോദ്യം, ചാലക്കുടിയിലെ ജനങ്ങൾ എന്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്യണം, എന്തിന് UDFന് വോട്ട് ചെയ്യണം? ഒറ്റ കാര്യമുള്ളൂ. പെട്ടെന്ന്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതായത് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെങ്കിൽ നമുക്കറിയാം, ഇന്ത്യ ഒരൊറ്റക്കെട്ടായത് നാനാത്വത്തിലുള്ള ഏകത്വമുള്ള ഇന്ത്യ രാജ്യം അതിൻ്റെതായ സംവിധാനം നിലകൊള്ളണമെങ്കിൽ അതിന് കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് കോൺഗ്രസ് മാത്രമേ അധികാരത്തിൽ വന്നാൽ അതിന് സാധിക്കുകയുള്ളൂ, അല്ലാത്തൊരു സാഹചര്യത്തിൽ സാധിക്കുകയില്ല. സമാധാനമായി ജീവിക്കാൻ ഇന്ത്യയായി നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ. ഇടതുകക്ഷികൾക്ക് എന്തിന് വോട്ട് ചെയ്യണം ഈ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ? കക്ഷികൾക്ക് വോട്ട് ചെയ്യാനായിട്ട് പറയാൻ കാരണം ഇന്നസെന്റിന് പറയാം, ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുള്ളവര് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ഇന്ത്യയുടെ മതേതരത്വം നിലനിൽക്കാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ഇന്നസെന്റിനെ കണ്ണടച്ച് വിട്ടാലും റിസോർട്ടിലേക്ക് പോവില്ല, പാർലമെന്റിലേക്ക് പോകും. കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് ഈ നാട് ഭരിച്ച് മുടിച്ച BJP വിളിച്ചെന്നല്ല, ഇന്ത്യയെ സാമ്പത്തികമായും രാഷ്ട്രീയമായ അരാജകത്വത്തിലേക്ക് നയിച്ച BJPയും അതിനു മുന്നേ ഇന്ത്യ ഭരിച്ച UPA ഗവൺമെന്റും ഈ UPA ഗവൺമെന്റ് രണ്ടിന്റെയും സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക നയങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ കേരളത്തിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ സോഷ്യൽ നന്മകളുടെ വിധിയെഴുത്തായിരിക്കും ഈ കാര്യം. വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് അജണ്ട ചാലക്കുടിയിൽ തീരുമാനിച്ചു കഴിഞ്ഞു. ചൂടേറിയ ചർച്ചയാണ്, വാശിയേറിയ വാദപ്രതിവാദമാണ്. പക്ഷേ ഭാഗ്യവശാൽ കയ്യാങ്കളിയിലേക്ക് എത്തുന്നില്ല. ഇത് കഴിഞ്ഞ ഉടനെ ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. ചാലക്കുടിയിൽ ചർച്ച സജീവം. തിരികെ എത്താം. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ അവസാനിക്കുന്നില്ല. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.